ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് വിശാഖം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2025 ആണ്ട് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വർഷമാണ് ഈ 2025 നിങ്ങൾക്ക്. ഇതിലെടുത്തു പറയേണ്ടത്, ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് നാനാ സ്ഥലങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നതാണ്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന സമയമാണ്. ചില സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡിലേക്കൊക്കെ നിങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭരണാധികാരികളുടെ വാത്സല്യം ലഭിക്കുന്നൊരു സമയമാണ് നിങ്ങൾക്ക്. ഭരണത്തിലിരിക്കുന്നവർ ചില താങ്ങും തണലുമായിട്ട് നമുക്ക് മാറുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ചില വാത്സല്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലമാണ്. ഉപരിപഠനത്തിലുള്ള യോഗം കാണുന്നു. ദീർഘനാളായിട്ട് പഠനം മുടങ്ങി നിന്നവർക്കും റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ ഇഷ്ടപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് പഠനം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട്. വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വസ്തുനിഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. നിങ്ങളുടെ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. പ്രവർത്തന വിജയത്താൽ സാമ്പത്തിക നേട്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ദീർഘനാളായിട്ട് ബിസിനസ്സിലൊക്കെ വളരെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോയവരൊക്കെ, അല്ലെങ്കിൽ കടബാധ്യതയിലേക്കുള്ളവരൊക്കെ അതൊക്കെ മാറ്റി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മുടങ്ങിക്കിടന്ന പല സംരംഭങ്ങളും നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തം വീട് മാറി താമസിക്കേണ്ട സാഹചര്യമൊക്കെ ചിലർക്ക് കാണുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ നടത്താൻ വേണ്ടി വിട്ടുവീഴ്ചകളൊക്കെ ധാരാളം ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു വർഷം കൂടിയാണ് 2025, പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ. പലയിടത്തു നിന്നൊക്കെ ചില ധനമൊക്കെ പ്രതീക്ഷിച്ചിരുന്നുണ്ടാവാം. അതൊക്കെ വന്നു ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ട്. കോടതി വ്യവഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ചിലർക്കൊക്കെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കളൊക്കെ പാർട്ടീഷൻ കഴിഞ്ഞിട്ട് സ്വന്തം കൈവശം വന്നു ചേരുന്ന അവസ്ഥയും കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എടുത്തു പറയേണ്ടത്, എല്ലാം തുറന്ന് മുഖത്തടിച്ച സംസാര രീതി, അല്ലെങ്കിൽ എല്ലാം തുറന്ന് പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടാവും ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ മുഖത്തടിച്ച പോലെയുള്ള സംസാര രീതിയൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ശത്രുക്കളെയൊക്കെ നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്നതാണ് ഫെബ്രുവരി ആകുമ്പോൾ. നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ച് നഷ്ടം വരുത്താതെ നോക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചിലരെയൊക്കെ സങ്കടങ്ങൾ കേട്ടിട്ട് നമ്മൾ നന്നായിട്ട് സഹായിക്കും. അങ്ങനെ നമ്മുടെ കയ്യിലെ പോക്കറ്റിലെ ക്യാഷൊക്കെ പോവും. നമുക്ക് ചെറിയ കടങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരെയും സഹായിക്കാൻ പോകുന്നുണ്ട്. നമുക്കൊരവസ്ഥ വരുമ്പോൾ ഇവരൊക്കെ തിരിച്ച് സഹായിക്കാൻ ഉണ്ടാകും എന്നുള്ളത് ചിന്തയൊന്നും വേണ്ട. നിങ്ങൾ ഉപേക്ഷിച്ച് കൊടുക്കുക. കിട്ടിയാൽ കിട്ടി എന്നുള്ള മനസ്സിൽ കൊടുത്താൽ മതി. പിന്നെ സഹായിക്കേണ്ടെന്നല്ല, എല്ലാവരെയും സഹായിക്കണം, പക്ഷെ കൈയിറങ്ങി സഹായിക്കണം. നമ്മുടെ പോക്കറ്റിൽ 100 രൂപ ഉണ്ടെങ്കിൽ 25 സഹായമായി പോകാവൂ. ബാക്കി 75 നിങ്ങളുടെ ഭാവിയിലേക്ക് കരുതി വെക്കുക. നിങ്ങൾക്ക് അവസാന നിമിഷം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സായംകാലം, വാർദ്ധക്യകാലത്ത് നിങ്ങൾക്കത് ഉപകരിക്കും. അല്ലെങ്കിൽ പോക്കറ്റ് കാലിയായി മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ സഹായത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അതുകൊണ്ട് 100 രൂപ ഉണ്ടെങ്കിൽ 25 നിങ്ങൾ സഹായമായും, 25 10 മതി, ബാക്കി സമ്പാദ്യമായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. സങ്കടങ്ങൾ പറയാനായിട്ട് ഒത്തിരി പേരുണ്ടാവും. അത് ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. അപ്പോൾ അവരെയൊക്കെ സഹായിച്ച് നിങ്ങൾ കുഴിയിൽ പോകാതെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് മുൻകോപവും പിടിവാശിയൊക്കെ ധാരാളം കാണിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നതാണ്. മുഖവും പിടിവാശിയും കുടുംബ ബന്ധുക്കളായിക്കോട്ടെ, ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകാരുടെ ഭാഗത്തായിക്കോട്ടെ,
സുഹൃത്ബന്ധങ്ങളിലായിക്കോട്ടെ നിങ്ങളുടെ ഈ പിടിവാശിയും മുൻകോപവും കാരണം മറ്റുള്ളവർ അതൃപ്തിക്ക് പാത്രമാകേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും മുടക്കം സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ധാരാളം ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവൃത്തി ബന്ധങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് വരുത്തി വെക്കുന്നതല്ലാതെ പ്രകൃതിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു നെഗറ്റീവ്സും വരുത്തി വെക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മനസ്സ് അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ വർഷം, ഈ 2025 എന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഒട്ടുമിക്ക നേട്ടങ്ങളിലേക്കുമുള്ള ചുവടുവെപ്പായിട്ട്, ആദ്യത്തെ ചുവടുവെപ്പായിട്ട് ഈ വർഷം നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസം തന്നെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു ടേണിംഗ് പോയിൻറ്റിലാണ് നിങ്ങളുടെ ജീവിതം, ഒരു വഴിത്തിരിവിലാണ് നിങ്ങളുടെ ജീവിതം നിൽക്കുന്നത്. ഇപ്പോൾ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് നിങ്ങളുടെ അലസതയും പിടിവാശിയും ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് തട്ടിക്കേറി നമ്മുടെ സമയവും ഊർജവും ഒക്കെ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ യുക്തിപൂർവം എല്ലാത്തിനെയും സമീപിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ജീവിതത്തിലും ജോലിയിലും നിങ്ങളുടെ സമയവും എഫർട്ടും ഒക്കെ ചിലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഭാവി, അല്ലെങ്കിൽ ബ്രൈറ്റായിട്ടുള്ളൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പുരോഗതിയിലെത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയും നല്ല സമയം ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടത്തില്ല. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാവർക്കും നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ ഈ നല്ല സമയത്തിൽ ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കാനും ദോഷഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ എല്ലാ ശനിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ്. ഭഗവാനെ ഇഷ്ടപ്പെട്ട വഴിപാടൊക്കെ കഴിയുക, കൂവളമാല, ജലധാരയൊക്കെ കഴിച്ചു പോകുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ദേഷ്യവും പിടിവാശിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രാണായാമം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും. ഒപ്പം പ്രാണായാമം ചെയ്ത് നിങ്ങളുടെ ദേഷ്യത്തിനെയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാനെ നാരങ്ങാമാല 21 നാരങ്ങകൾ കോർത്ത മാല സമർപ്പിക്കുന്നതും ഗുണകരമാണ്. നാരങ്ങ വിളക്ക് നടത്തുന്നതും ഗുണകരമാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഫലങ്ങളുടെ കാഠിന്യം കുറച്ച് കുറയുന്നതാണ്. ഒപ്പം മെഡിറ്റേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകാനുള്ള ചാൻസ് കുറച്ച് കുറയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകുന്നതാണ്. എല്ലാവരോടും സൗമ്യമായിട്ട് സംസാരിക്കാവൂ. ശത്രുക്കളായിക്കോട്ടെ മിത്രങ്ങളായിക്കോട്ടെ അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. നിങ്ങളുടെ വായിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചിട്ട് മാത്രം പ്രവർത്തിക്കുക. എതിർഭാഗത്ത് നിൽക്കുന്നവരോട് അലോസ്യം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം തോന്നുന്ന രീതിയിൽ യാതൊന്നും സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചു പോയാൽ പിന്നെ അവരുമായിട്ട് വാഗ്വാദങ്ങളുണ്ടാവും. നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട നിങ്ങളുടെ സമയവും ചിന്താശേഷിയും നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഗോളുകളിൽ നിന്നും, നിങ്ങളുടെ ടാർഗറ്റുകളിൽ നിന്നും നിങ്ങൾ വ്യതിചലിക്കും. നിങ്ങളുടെ ജീവിതം കൃത്യമായിട്ടൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ യുക്തിപൂർവ്വം പ്രശ്നങ്ങളിൽ നിന്ന് പിന്മാറുക, ഭഗവത് പാദങ്ങളിൽ ശരണം പ്രാപിക്കുക. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ഇത്രയും നല്ല സമയം നിങ്ങൾക്ക് ഇനി കിട്ടാനില്ല. അതുകൊണ്ടാണ് പറയുന്നത് വിദ്യാർത്ഥികൾക്കും ഗുണകരമായ സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു അവസരം ഉണ്ടാകട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടായി മാറട്ടെ, ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.